السلام عليكم ورحمة الله وبركاته. الحمد لله وحده، والصلاة والسلام على من لا نبي بعده، وعلى آله وأصحابه وأتباعه البررة. رب هب لي حكما وألحقني بالصالحين، واجعلني لسان صدق في الآخرين، واجعلني من ورثة جنة النعيم. ഏറെ സ്നേഹമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, സർവശക്തനായ റബ്ബുൽ ഇസ്സത്ത് അവന്റെ അളവറ്റ അനുഗ്രഹത്താൽ നമ്മെ ഈ പള്ളിയിൽ ഒരുമിച്ച് കൂട്ടിയതുപോലെ അള്ളാഹുവിന്റെ സുഖലോക സ്വർഗ്ഗത്തിൽ നമ്മെ ഒരുമിപ്പിക്കട്ടെ. സൃഷ്ടികളായ നമ്മൾ സൃഷ്ടാവായ ഉടമസ്ഥനായ റബ്ബിനോട് ചെയ്തു പോയ എല്ലാ പാപങ്ങളും പാളിച്ചകളും അവൻ നമുക്ക് മാപ്പാക്കി തരട്ടെ. അള്ളാഹുവിനെ ഈ ദുനിയാവിൽ നമുക്ക് തരുന്ന ആയുസ് ഈമാനോടെ തഖ്വയോടെ ജീവിച്ച് സന്തോഷത്തോടെ പുഞ്ചിരിച്ച് ഈ ലോകത്തോട് വിട പറയാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്കെല്ലാം പടച്ചവൻ മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യട്ടെ. മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ ഹബീബ്, ലോകത്തിന്റെ നായകൻ, വിശ്വത്തിന്റെ വസന്തം മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം തങ്ങളുടെ മദ്ഹുകൾ, പ്രകീർത്തനങ്ങൾ, അവദാനങ്ങൾ പാടിപ്പുകഴ്ത്തുന്ന റബീഉൽ അവ്വൽ മാസത്തിലാണ്. ഇൻഷാ അല്ലാഹ് വരുന്ന ചൊവ്വാഴ്ച 25-ാം തീയതിയാണ് റബീഉൽ അവ്വൽ 12. നമ്മുടെ മഹല്ലിൽ എല്ലാ വർഷവും നടന്നു വരുന്ന നബിദിനവുമായി ബന്ധപ്പെട്ട എല്ലാ പരിപാടികളും പൂർവാധികം ഭംഗിയോടെ, അതിലപ്പുറം പുണ്യ റസൂലിന്റെ സന്ദേശങ്ങൾ ലോകത്താകമാനം എത്തിക്കുന്ന വിധത്തിൽ ആ പരിപാടികൾ നടത്തണം. അല്ലാഹു നമുക്കതിനുള്ള തൗഫീഖ് നൽകട്ടെ. മുഅ്മിനീങ്ങളെ, മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് ആരാണ്? ഞാൻ എന്നോട് ഈ ചോദ്യം ചോദിക്കുകയാണ്. നിങ്ങൾ ഓരോരുത്തരും അവരവരുടെ മനസ്സാക്ഷിയോട് ഇരുന്ന് ചോദിക്കണം. മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എനിക്ക് ആരാണ്? പ്രശസ്തമായ ഒരു ഹദീസ് എല്ലായ്പ്പോഴും നമ്മൾ കേൾക്കാറുണ്ട്. പ്രത്യേകിച്ച് റബീഉൽ അവ്വൽ നമ്മൾ കേൾക്കാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മൾ എങ്ങനെ സ്നേഹിക്കണം? 9 മാസം നമ്മെ വയറ്റിൽ ചുമന്ന് മരണവേദനയോടടുത്ത വേദന സഹിച്ച് നമ്മെ പ്രസവിച്ച് നമ്മളെ പോറ്റി വളർത്തിയ നമ്മളുടെ പ്രിയപ്പെട്ട പെറ്റുമ്മയേക്കാൾ ജീവിതം മുഴുവനും, ഒരു പുരുഷായുസ് മുഴുവനും നമുക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ച് ജീവിതം കഷ്ടപ്പാടുകൾ സഹിച്ച നമ്മളുടെ പ്രിയപ്പെട്ട ഉപ്പയേക്കാൾ, നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും ആനന്ദവും തരുന്നതിന് വേണ്ടി ഒരുപാട് ജീവിതത്തിൽ സമർപ്പണങ്ങൾ നടത്തുന്ന നമ്മളുടെ പ്രിയപ്പെട്ട ഇണയേക്കാൾ, അതിലപ്പുറം നമ്മളുടെ രക്തത്തിന്റെ അംശമായി ഭൂമിയിൽ ഓടി നടക്കുന്ന നമ്മളുടെ പ്രിയപ്പെട്ട ഓമന മക്കളേക്കാൾ, അവരെക്കാളെല്ലാം നമ്മൾ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കണം എന്നുള്ളത് ഒരു ഹദീസാണ്. ഇതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇത് പറയാൻ എളുപ്പമാണ്, പ്രസംഗിക്കാൻ എളുപ്പമാണ്, എഴുതാനും എളുപ്പമാണ്. എന്നാൽ ഈ ഹദീസിനെ, ഈ ആശയത്തെ നമ്മുടെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് ചേർത്ത് വെക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്നുള്ളത് ഒരു വിമർശനം പോലെ ഞാൻ എന്നോടും നമ്മൾ ഓരോരുത്തരും അവരവരെ മനസ്സാക്ഷിയോടും ചോദിക്കേണ്ടതാണ്. ഇനി അതല്ല, നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇത്തരത്തിലുള്ള സ്നേഹം തന്നെ ഉണ്ട് എന്ന് വെക്കുക. എന്നാൽ അതിന്റെ അടയാളം എന്താണ്? എന്റെ ഉമ്മയേക്കാൾ, എന്റെ ഉപ്പയേക്കാൾ, എന്റെ ഭാര്യയേക്കാൾ, എന്റെ മക്കളേക്കാൾ എനിക്ക് പുണ്യ റസൂലിനോട് സ്നേഹമാണെന്നൊരാൾ വാദിച്ചാൽ അതിന് പ്രകടമാകുന്ന അടയാളങ്ങൾ എന്തൊക്കെയാണ്? ഈ ഭൂമിയിൽ ഞാൻ അങ്ങനെ ഒരാളെ സ്നേഹിക്കുകയാണെങ്കിൽ, എന്റെ ജീവനേക്കാൾ ഞാൻ സ്നേഹിക്കുകയാണെങ്കിൽ, എനിക്കുണ്ടാകുന്ന വേദന അവർക്കുണ്ടാകരുത് നമ്മൾ ആഗ്രഹിക്കും.
എനിക്കെന്തെങ്കിലും നഷ്ടം വന്നാലും ഞാൻ സ്നേഹിക്കുന്ന ഒരാളിന് ആ നഷ്ടം വരരുതെന്ന് ആഗ്രഹിക്കും. എനിക്കെന്തെങ്കിലും രോഗം വന്നാലും അവർക്ക് ആ രോഗം വരരുതെന്ന് ആഗ്രഹിക്കും. എന്നല്ല, ഞാൻ മരിച്ചു പോയാലും വേണ്ടില്ല, അവർ മരിക്കരുതെന്ന് ആഗ്രഹിക്കും. ഇതല്ലേ യഥാർത്ഥ സ്നേഹം? ഈ സ്നേഹം ഓരോ സത്യവിശ്വാസിക്കും പുണ്യ റസൂലിനോട് ഉണ്ടാകണം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെയാണ് ഈമാനിന്റെ പരിപൂർണത. അതാണ് ആ ഹദീസിന്റെ ആശയം, അതാണ്. എന്നാൽ ലോകത്ത് അങ്ങനെ ആരെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ സ്നേഹിച്ചിട്ടുണ്ടോ? ഈ നിലയിൽ ഒരാൾ അവന്റെ ഉമ്മയേക്കാൾ, ഉപ്പയേക്കാൾ, ഭാര്യയേക്കാൾ, മക്കളേക്കാൾ എന്നല്ല, അവന്റെ സ്വന്തം ശരീരത്തെക്കാൾ ലോകത്ത് ആരെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ സ്നേഹിച്ചിട്ടുണ്ടോ? ഉണ്ട് എന്നതാണ് അതിന്റെ മറുപടി. ആരെന്ന് ചോദിച്ചാൽ അള്ളാഹുവിന്റെ റസൂലിനോടൊപ്പം ജീവിച്ച സഹാബാക്കൾ. അതിൽ ഒന്നാമത്തെയാളാണ് സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹത്തിന്റെ, അനുരാഗത്തിന്റെ, ആർദ്രതയുടെ ചരിത്രം പറയുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് ആ കഥ പൂർത്തീകരിക്കാൻ കഴിയില്ല. കാരണം ലോകത്ത് തന്റെ പ്രിയപ്പെട്ട പ്രേമഭാജനത്തെ എങ്ങനെ സ്നേഹിക്കണമെന്ന് നമുക്ക് ഒന്നാമതായി കാണിച്ചു തന്ന ഈ ഉമ്മത്തിലെ ഒന്നാമത്തെ സ്വർഗാവകാശി സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അബൂബക്കറിന്റെ ജീവിതം മുഴുവനും തിരുനബിയുടെ സ്നേഹത്തിലായിരുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹു ത്യജിച്ചത് മുഴുവനും നബിതങ്ങൾക്കായിരുന്നു. അബൂബക്കർ സമ്പാദിച്ചത് മുഴുവനും നബിതങ്ങൾക്കായിരുന്നു. അബൂബക്കറിന്റെ ജീവിതം നബിതങ്ങൾക്കായിരുന്നു. അബൂബക്കറിന്റെ മരണവും നബിതങ്ങൾക്കായിരുന്നു റളിയല്ലാഹു അൻഹു. അതാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഈ ഉമ്മത്തിലെ ഒന്നാമത്തെ സ്വർഗാവകാശിയാണ്. എങ്ങനെ നേടി? അതൊരു നറുക്കെടുപ്പിൽ കിട്ടിയതല്ല അബൂബക്കർ റളിയല്ലാഹു അൻഹു. അതൊരു ലക്കിയായി കിട്ടിയതല്ല. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹം കൊണ്ടും അവിടത്തോടുള്ള അനുരാഗം കൊണ്ടും നബിതങ്ങൾക്ക് വേണ്ടിയുള്ള സമർപ്പണം കൊണ്ടും ലഭിച്ചതാണ്, നേടിയെടുത്തതാണ് സയ്യിദുന അബൂബക്കർ സിദ്ദീഖ്. നോക്കൂ നിങ്ങൾ, ചരിത്രത്തിലേക്ക് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളതാണ്, പറയുന്നതാണ്. എങ്കിലും ഈ റബീഉൽ അവ്വൽ മാസത്തിലെ പ്രവാചക സ്നേഹത്തെ നമ്മൾ ഉദ്ഘോഷിക്കുമ്പോൾ, അതൊരു ആഘോഷമാക്കി മാറ്റുമ്പോൾ, ആ സ്നേഹത്തിന്റെ യാഥാർത്ഥ്യം എന്താണ്, അതിന്റെ അകക്കമ്പ എന്താണെന്ന് ഈ വിശ്വാസികൾ മനസ്സിലാക്കേണ്ട ഘട്ടമാണ്. ഒരു ദിവസം കടന്നു വരുന്നുകൊണ്ട് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് നബി തങ്ങളെ കണ്ടപാടെ ചാടിയിറങ്ങി, ബിഅബി അന്ത വ ഉമ്മി ഫിദാക യാ റസൂലല്ലാഹ്. ഓ നബിയേ, എന്റെ ഉമ്മയും ഉപ്പയും അങ്ങക്ക് അർപ്പണം. എന്തിനാണ് നബിയെ എന്റെ വീട്ടിലേക്ക് അങ്ങ് വന്നത്? ഒരാളെ അയച്ചിരുന്നെങ്കിൽ അബൂബക്കർ അങ്ങയുടെ വീട്ടിലേക്ക് വരുമായിരുന്നല്ല നബിയെ. മറ്റൊന്നുമല്ല അബൂബക്കറെ, എനിക്ക് അല്ലാഹുവിന്റെ ഒരു കൽപ്പന വന്നിട്ടുണ്ട്. എന്താണ് നബിയെ? ഹിജ്റ പോകാനാണ് അബൂബക്കറെ. അതേ, മക്കയെ വിട്ടിട്ട് മദീനയിലേക്ക് പലായനം ചെയ്യാനുള്ള കൽപ്പിച്ചിരിക്കുന്നു. നബിയെ, അങ്ങ് ഒറ്റയ്ക്കാണോ? അല്ല അബൂബക്കറെ, എന്നോടൊപ്പം ഒരാളെ കൂട്ടാൻ പറഞ്ഞിട്ടുണ്ട്. അതാരാണ് നബിയെ? അത് മറ്റാരുമല്ല, അന്തയാ അബൂബക്കർ, നീയാണ് അബൂബക്കറെ. ഹിജ്റയിൽ എന്നോടൊപ്പം വരാൻ അല്ല കൽപ്പിച്ചത് താങ്കളെയാണ്. പൊട്ടിക്കരയാൻ തുടങ്ങി സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആ കരച്ചിൽ കണ്ട പ്രിയപ്പെട്ട മകൾ ബീവി ആയിഷ പറയട്ടെ, മാ റഅയ്തു അഹദൻ യബ്കി മിനൽ ഫറഹ്. ഇന്ന് വരെ ഒരാൾ സന്തോഷത്താൽ കരയുന്നത് ഞാൻ കണ്ടിട്ടില്ല. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, എന്റെ ഉപ്പ മുത്തനബി തങ്ങളോടൊപ്പം ഹിജ്റ പോകാൻ അല്ല കൽപ്പിച്ചിട്ടുണ്ടെന്ന വാക്ക് കേട്ടിട്ട് എന്റെ ഉപ്പയുടെ ആ സന്തോഷത്തിന്റെ, ആനന്ദത്തിന്റെ ആശ്രവണങ്ങൾ കണ്ടതല്ലാതെ ഒരാള് സന്തോഷത്താൽ കരഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല. അബൂബക്കർ റളിയല്ലാഹു തയ്യാറായി. ഞാൻ ചരിത്രം സുദീർഘമായി പറയുന്നില്ല, നമുക്കറിയാം. ആ യാത്രയിൽ മുഴുവനും കണ്ടത് മുത്തനബി തങ്ങളെ അബൂബക്കർ സ്വന്തം ശരീരത്തേക്കാൾ സ്നേഹിച്ചതാണ്. അത് സൗറിന്റെ ഗുഹയിലാകട്ടെ, യാത്രയിലാകട്ടെ, പാതിരാത്രിയിൽ ഗുഹയിൽ ഒളിച്ചിരുന്ന സന്ദർഭത്തിലാകട്ടെ, അവിടെ മുഴുവനും അബൂബക്കർ റളിയല്ലാഹു അൻഹു തന്റെ ശരീരത്തേക്കാൾ മുത്തനബിക്ക് അവിടെ സ്ഥാനം കൊടുത്ത്. സൗറിന്റെ ഗുഹയിലെ അവസ്ഥ നമുക്കറിയാം. ആ നടന്നു പോകുന്ന ഓരോ സന്ദർഭങ്ങളിലും അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇടയ്ക്കിടയ്ക്ക് നബി തങ്ങളുടെ മുന്നിലൂടെ
നടക്കും, പെട്ടെന്ന് പിറകിലേക്ക് വന്നിട്ട് പിറകിലൂടെ നടക്കും. ചിലപ്പോ നബി തങ്ങളുടെ ഇടത് ഭാഗത്തൂടെ നടക്കും, ചിലപ്പോ നബി തങ്ങളുടെ വലത് ഭാഗത്തൂടെ നടക്കും. നബി തങ്ങൾ തന്നെ ചോദിക്കുന്ന അബൂബക്കറെ, എന്ത് പറ്റി നീ ഒരു സ്ഥിരതയില്ലാതെ മുന്നിലൂടെ പിന്നിലൂടെ ഇടത്തും വലത്തും നടക്കുന്നത്? നബിയെ, ഞാൻ അങ്ങയുടെ മുന്നിലൂടെ നടക്കുമ്പോൾ പെട്ടെന്ന് എനിക്കൊരു ചിന്ത വരും, നബിയെ അങ്ങയെ ആക്രമിക്കാൻ ശത്രുക്കൾ പിറകിൽ വരുന്നുണ്ടോ എന്ന്. പെട്ടെന്ന് ഞാൻ പിറകിലേക്ക് വരുന്നതാണ് നബിയെ. അങ്ങനെ നടക്കുമ്പോൾ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരും, നബിയെ അങ്ങയുടെ വലത് ഭാഗത്തുനിന്ന് ആരെങ്കിലും അങ്ങയെ ആക്രമിക്കാൻ വരുന്നുണ്ടെന്ന്. അപ്പോൾ ഞാൻ അങ്ങയുടെ വലത് ഭാഗത്ത് ഇറങ്ങും. അങ്ങനെ തോന്നുമ്പോൾ ഇടത് ഭാഗത്ത് ആരോ വരുന്നത് പോലെ എനിക്ക് തോന്നും. അത്രയും നബിതങ്ങളെ സംരക്ഷിച്ച്. പ്രിയമുള്ളവരും ആലോചിച്ച് നോക്കേ, സ്വന്തം ശരീരത്തെ അവിടെ നോക്കുന്നില്ല, സ്വന്തം ജീവനെ അവിടെ മൈൻഡ് ചെയ്യുന്നില്ല. എനിക്ക് എന്തെങ്കിലും പറ്റിയാലും നബിതങ്ങളുടെ ഇടത്ത് നിന്നോ വലത്ത് നിന്നോ മുന്നിൽ നിന്നോ പിന്നിൽ നിന്നോ ഒരാളും ആക്രമിക്കാൻ പാടില്ല എന്നുള്ള ആ ഒരു ദൃഢതയാണ്. ലോകത്ത് എത്രയോ ചക്രവർത്തിമാരെ അവരുടെ അംഗരക്ഷകരാൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ എത്രയോ ഭരണാധികാരികൾ അവരുടെ അംഗരക്ഷകരാൽ അവർ വധിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ലോകത്ത് സ്വന്തം ശരീരത്തെക്കാൾ തന്റെ നേതാവിനെ സ്നേഹിച്ചൊരു ഉദാഹരണം പറയണമെങ്കിൽ അത് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവിടുത്തെ പ്രിയപ്പെട്ട സഹാബാക്കൾ സ്നേഹിച്ചതാണ്. ഈ ചരിത്രത്തിന്റെ ശീലുകൾ എത്രയോ നമുക്ക് പറയാൻ കഴിയും. പ്രവാചക സ്നേഹത്തിന്റെ, പ്രവാചക അനുരാഗത്തിന്റെ കഥകൾ ഒരിക്കലും പറഞ്ഞാൽ തീരില്ല, അതിന്റെ അധ്യായങ്ങൾ വായിച്ചാൽ തീരില്ല. ഇങ്ങനെയാണ് സഹാബാക്കൾ അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിച്ചത്. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. ഈ പ്രവാചകൻ ഖുർആനിന്റെ വചനങ്ങളല്ലേ, ഈ പ്രവാചകൻ മുഅ്മിനീങ്ങൾക്ക് അവരുടെ സ്വന്തം ശരീരത്തെക്കാൾ വേണ്ടപ്പെട്ടയാളാണെന്ന് പറയുമ്പോൾ അത് യാഥാർത്ഥ്യവൽക്കരിച്ചതൊരു കൂട്ടരാണ് ബഹുമാനപ്പെട്ട സഹാബാക്കൾ റളിയല്ലാഹു അൻഹും. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ സ്നേഹത്തിന്റെ മലാഹിറുകൾ, അവിടുത്തെ പ്രകടനങ്ങൾ ഇനിയും എത്രയോ ഉണ്ട് പ്രിയമുള്ളവരെ. മക്ക വിജയം നടക്കുന്ന ഘട്ടം, മക്ക വിജയത്തിന്റെ അന്നാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട പിതാവ് അബൂ ഖുഹാഫ മുസ്ലിമാകുന്നത്. അന്ന് വരെ അദ്ദേഹം ഇസ്ലാമിന്റെ ശത്രുപാളയത്തിലായിരുന്നു. മക്ക വിജയത്തിന്റെ അന്ന് അദ്ദേഹം ഷഹാദത്ത് കലിമ ചൊല്ലി മുസ്ലിമായി. അബൂ ഖുഹാഫ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ പിതാവ്. ഇത് കണ്ടിട്ട് ആരായാലും സന്തോഷിക്കുമല്ലോ, ആരായാലും ആഹ്ലാദിക്കുമല്ലോ. കാരണം എന്റെ പിതാവ് ലോകത്ത് മുസ്ലിം ആവുക, ഈമാൻ കെട്ടി സ്വർഗാവകാശിയാവുക, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത് ഏതൊരാളിനും ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ ആ സന്ദർഭത്തിലോ അബൂബക്കർ സിദ്ദീഖ് കരയുകയാണ്. കൂട്ടുകാർ ചോദിച്ചു, എത്രയാ അബൂബക്കർ, ഹാദാ യൗമുൽ ഫറഹ്, അബൂബക്കറെ ഇന്ന് സന്തോഷിക്കേണ്ട ദിവസമല്ലേ? കാരണം അങ്ങക്ക് ജന്മം തന്ന പിതാവ് നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗാവകാശിയായ ദിവസമല്ലേ? എന്നിട്ട് എന്തേ അബൂബക്കറെ നിങ്ങൾ സന്തോഷിക്കുന്നതിന് പകരം ദുഃഖിക്കുന്നത്? എന്തേ നിങ്ങൾ ചിരിക്കുന്നതിന് പകരം കരയുന്നത്? അബൂബക്കർ റളിയല്ലാഹു അൻഹു വാക്കെന്തെന്നറിയുമോ മുഅ്മിനീങ്ങളെ? ഒന്ന് ശ്രദ്ധിക്കണേ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഇന്നി ഉഹിബ്ബു അൻ യകൂന ബഅബി അബാ ത്വാലിബ്. എന്റെ കൂട്ടുകാരെ, ഇന്നത്തെ ഈ ദിവസം, ഈ മക്ക ഫത്ഹിന്റെ ദിവസം എന്റെ പിതാവ് അബൂ ഖുഹാഫ മുസ്ലിമാകുന്നതിനേക്കാൾ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് അബൂ ത്വാലിബ് മുസ്ലിമാകുവാനായിരുന്നു. ഇങ്ങനെ എന്റെ പിതാവ് അബൂ ഖുഹാഫ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിനേക്കാൾ കൂടുതൽ ഇന്ന് എനിക്ക് ഇഷ്ടം അബൂ ത്വാലിബ് രക്ഷപ്പെടലാണ്. അതെന്തുകൊണ്ടെന്നറിയുമോ? എന്റെ മുത്തുനബി അബൂ ത്വാലിബ് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അത്രത്തോളം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ ലോകത്ത് ഏതെങ്കിലും ഒരാള് മുസ്ലിമാകണമെന്ന് നബി തങ്ങൾ അങ്ങേയറ്റം ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് തന്റെ പിതൃവനായ അബൂ ത്വാലിബാണ്. പക്ഷേ അബൂ ത്വാലിബിന് മുസ്ലിമാകാനുള്ള ഭാഗ്യം ലഭിച്ചില്ല. നബി തങ്ങൾക്ക് ആ സന്തോഷം കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, എന്റെ പിതാവിന്റെ സ്ഥാനത്ത് ഞാൻ ആഗ്രഹിക്കുന്നത് അബൂ ത്വാലിബിനെയാണ്. അത് അബൂ ത്വാലിബിനുള്ള പ്രിയമല്ല, അതെന്റെ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹമാണ്, പ്രിയമാണ്. ഇതാണ് പ്രിയപ്പെട്ടവരെ സ്നേഹമെന്ന് പറയുന്നത്. ഞാൻ എന്നേക്കാൾ എന്റെ മുത്തുനബിയെ സ്നേഹിക്കുന്നു, ഞാൻ എന്റെ പിതാവിനേക്കാൾ മുത്തുനബിയുടെ പിതാവിനെ സ്നേഹിക്കുന്നു. അത് കാണിച്ചു തന്ന മഹാനല്ലേ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്. അവിടുത്തെ വഫാത്തിന്റെ വേള
അതും കൂടെ പറയട്ടെ, നോക്കൂ നിങ്ങൾ. അബൂബക്കർ റളിയല്ലാഹു അൻഹു രോഗശയ്യയിൽ കിടക്കുകയാണ്. വഫാത്തിന്റെ രംഗമാണ്, മരണാസന്നനായ രംഗമാണ്. ആ സമയത്ത് അടുത്ത് നമ്മോട് ചോദിക്കുന്നുണ്ട്, അയ്യോ യൗമിൽ ഹാദാ, മക്കളെ ഇത് ഏത് ദിവസമാണ്? യൗമുൽ ഇസ്നൈൻ, ഉപ്പ ഇന്ന് തിങ്കളാഴ്ച ദിവസമാണ്. വല്ലാത്ത സന്തോഷമായി 14-ാം രാവിൽ പൗർണമി ഉദിച്ചതുപോലെ അബൂബക്കറിന്റെ മുഖം പ്രകാശിക്കാൻ തുടങ്ങി. എന്നിട്ട് പറയുന്ന, മക്കളെ ഇന്ന് തിങ്കളാഴ്ചയാണല്ലേ, ഞാൻ ഇന്ന് മരിച്ചു കഴിഞ്ഞാൽ അത് ഏത് രാത്രിയാണെങ്കിലും നാളത്തേക്ക് നിങ്ങൾ എന്നെ വെക്കരുതേ മക്കളെ. കാരണം എന്തേ? ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ദിവസം അത് തിങ്കളാഴ്ചയാണ്. അതെന്റെ മുത്തുനബി തങ്ങൾ ജനിച്ച ദിവസം തിങ്കളാഴ്ച, മുത്തുനബി തങ്ങൾ വഫാത്തായ ദിവസവും തിങ്കളാഴ്ച, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിവസം തിങ്കളാഴ്ച. അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ വഫാത്തായ അത് അല്ലാഹുവിന്റെ കൈകളിലാണ്. എന്നാൽ നാളത്തേക്ക് നിങ്ങൾ എന്നെ മാറ്റി വെക്കരുത്. ഈ തിങ്കളാഴ്ച തന്നെ എനിക്ക് മുത്തുനബിയോടൊപ്പം ചാരത്തെത്തണം. അതേ, നബിതങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാത്തിനെയും സ്നേഹിച്ചവരാണ് അവർ. നബിതങ്ങളുടെ കുടുംബത്തിനെ സ്നേഹിച്ചതെങ്ങനെ? നബിതങ്ങളുടെ ജനിച്ച ദിവസത്തെ സ്നേഹിച്ചതെങ്ങനെ? നബിതങ്ങളുടെ പള്ളിയെ സ്നേഹിച്ചതെങ്ങനെ? നബിതങ്ങൾ അന്തിയിറങ്ങുന്ന റൗളയെ പോലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്നേഹിച്ചു. എന്റെ വസിയത്താണ്, ഞാൻ വഫാത്തായാൽ എനിക്ക് ചെന്ന് കിടക്കേണ്ടത് എന്റെ മുത്തുനബിയോടൊപ്പമാണ്. ഒരുപക്ഷെ നമ്മൾ ചോദിക്കാം, മരിച്ചു കഴിഞ്ഞാൽ പിന്നെ തൊട്ടടുത്ത് അടക്കപ്പെടുന്നതിന് വല്ല കാര്യമുണ്ടോ? കാര്യമുള്ളത് കൊണ്ടല്ലേ അബൂബക്കർ പറഞ്ഞത് എന്റെ മുത്തുനബിയോടൊപ്പം എനിക്ക് കിടക്കണം. അങ്ങനെ കാര്യമുണ്ടതല്ലേ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടുത്ത് കിടക്കുന്നതിന് വേണ്ടി ബീബി ആയിഷയോട് യാചിച്ചത്. ചരിത്രം ഞാൻ വിശദീകരിക്കുന്നില്ല. വഫാത്തിന്റെ വേള ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു തന്റെ പ്രിയപ്പെട്ട മകൻ ഇബ്നു ഉമറിനെ, അബ്ദുല്ലാഹ് ഇബ്നു ഉമറിനെ വിളിച്ചിട്ട് പറയുന്നു, മോനെ നീ ആയിഷ ബീവിയുടെ അടുക്കലേക്ക് ചെന്നിട്ട് എനിക്ക് വേണ്ടി ഒരു അഭ്യർത്ഥന നടത്തണം. എന്താണപ്പാ? ഞാൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ എനിക്ക് ഹബീബിന്റെ ചാരത്തിലേക്ക് കിടക്കണോ? എന്നാൽ അവിടെ രണ്ടുപേരെ അടക്കപ്പെട്ടിട്ടുണ്ട് ആയിഷ ബീവിയുടെ വീട്ടില്. അവിടുത്തെ റൂമില് ഒന്ന് ആയിഷ ബീവിയുടെ പ്രിയപ്പെട്ട ഭർത്താവായ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, രണ്ടാമത് മുത്തവരുടെ പ്രിയപ്പെട്ട പിതാവായ അബൂബക്കറിനെയാണ്. മൂന്നാമത് അവിടെ അടക്കപ്പെടാൻ ആഗ്രഹിക്കുന്നത് മറ്റാരുമല്ല, ആയിഷ ബീവിയാണ്. അത് അവരുടെ അവകാശമാണ്. എന്നാൽ പൊന്നുമോനെ, ഈ വഫാത്തിന്റെ വേളയിൽ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നം, ഞാൻ വഫാത്തായാൽ എന്റെ ഹബീബിന്റെ ചാരത്തിനിക്കൊന്ന് കിടക്കണമെന്നാണ്. നീ ഒന്ന് അപേക്ഷിക്കുമോ ആയിഷ ബീവിയോട്? ഓടിച്ചെന്ന് അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ ആയിഷ ബീവിയെ കണ്ടിട്ട് പറയുന്നുണ്ട്, ആയിഷ, എന്റെ ഉപ്പാക്ക് അവസാനത്തെ സമയത്ത് ഒരു ആഗ്രഹമുണ്ട്. അത് നിങ്ങൾ വിചാരിച്ചാലല്ലാതെ നടക്കുകയില്ല. എന്താണ് അബ്ദുള്ള? എന്റെ ഉപ്പാക്ക് മുത്തുനബിയുടെ അടുത്തൊന്ന് കിടക്കാൻ ആഗ്രഹമുണ്ട്, അവങ്ങളുടെ വീട്ടിൽ കിടക്കാൻ ആഗ്രഹമുണ്ട്, അനുവദിക്കുമോ? അവിടെ ആയിഷ ബീവി എടുത്ത നിലപാട് എന്താണ്? ആയിഷ ബീവിക്ക് പറയാ, ഞാൻ ആഗ്രഹിക്കുന്നതാണ് എന്റെ ദുനിയാവിലെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ അടുത്തിരുന്ന എന്റെ മുത്തുനബിയോടൊപ്പം ഇനി വഫാത്തായി കിടക്കുമ്പോഴും എനിക്ക് കിടക്കാൻ എന്റെ ഉപ്പയോടൊപ്പം, എന്റെ ഭർത്താവിനോടൊപ്പം കിടക്കണം. അത് അഹങ്കാരമല്ല, അത് വലിയ ദുർമോഹമല്ല. പക്ഷേ ആയിഷ ബീവിയുടെ നിലപാട് എന്തായിരുന്നു? ഈ സമയത്ത് നമ്മൾ ചിന്തിക്കണം മുഅ്മിനീങ്ങളെ, എന്താണ് യഥാർത്ഥ സ്നേഹമെന്ന് ഈ ഒരു രംഗം നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. ആയിഷ ബീവി ഇവിടെ പറഞ്ഞത് എന്തെന്നറിയുമോ? ഈ സ്ഥാനത്ത് നബി തങ്ങളായിരുന്നെങ്കിലോ, എന്റെ സ്ഥാനത്ത് മുത്ത് റസൂലിന്റെ അടുക്കലേക്കാണ്. ഉമർ ആരെങ്കിലും ഒരാളെ പറഞ്ഞു വിട്ടിട്ട് ഇങ്ങനെ ഒരു ആഗ്രഹം പറയുമ്പോൾ മുത്തുനബി നിരസിക്കുമോ? മുത്തുനബി വേണ്ട എന്ന് പറയുമോ? ഇല്ലല്ലോ. എന്നാൽ എനിക്ക് എന്റെ ഹബീബിനോടുള്ള സ്നേഹം കൊണ്ട് എന്റെ സ്ഥലം ഞാൻ ഉമറിന് കൊടുക്കുകയാണ്. ഇതാണ് ഇത്തിബാഅ്, ഇതാണ് നബിതങ്ങളെ പിൻപറ്റല്. എന്റെ ആഗ്രഹത്തെക്കാൾ നബിതങ്ങളുടെ ആഗ്രഹത്തെ മുൻഗണന കൊടുക്കുക. ഈ നിലയിലുള്ള ജീവിതവും ഈ നിലയിലുള്ള മുത്തുനബി തങ്ങളോടുള്ള സ്നേഹവും പ്രിയമുള്ളവരെ നമുക്കുണ്ടാകണം. ആ ആത്മബന്ധമാണ് നമുക്ക്. വെറും ഒരു മെസ്സഞ്ചർ അല്ല, നമുക്ക് സന്ദേശം തന്നിട്ട് തിരിച്ചുപോയ ഒരു പോസ്റ്റ്മാനല്ല. ജീവിതവും മരണവും അനക്കവും അടക്കവും മുഴുവനും മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടിയാകണം. അങ്ങനെ ജീവിക്കാൻ ഈ പുണ്യ റബീഉൽ അവ്വൽ മാസത്തിൽ നമ്മൾ ചെയ്യുന്നതും നമ്മൾ കേൾക്കുന്നതും പറയുന്ന എല്ലാ നന്മകളും അല്ലാഹു കാരണമാക്കുമാറാവട്ടെ.